ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ വായനയുടെ ആത്മോപദേശ ശതക വായനയുടെ അവസാന ദിവസമാണ് ഇന്ന്. 96 മുതൽ 100 വരെയുള്ള ഖണ്ഡങ്ങൾ വായിക്കുന്നതോടുകൂടി ആത്മോപദേശ ശതകം എന്ന ദാർശനിക ഗ്രന്ഥ പാരായണം ഇന്ന് പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ 19 ദിവസങ്ങളിലായി ഗുരുദർശന വിചാര കേന്ദ്രത്തിൽ വന്നിരുന്ന് ഇത് ശ്രവിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കേൾവിക്കാരും ശ്രോതാക്കളുമായിട്ടുള്ള എല്ലാവർക്കും മുന്നിൽ ആത്മോപദേശ ശതകത്തിൻ്റെ അവസാനത്തെ 5 ഖണ്ഡങ്ങൾ സമംഗളം സമർപ്പിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. അണുവും അഖണ്ഡവുമസ്തി നാസ്തി എന്നിങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും അണയുമനന്തമസ്തി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും. എല്ലാ അനുഭവവും, പ്രപഞ്ചാനുഭവവും സ്വാനുഭവവും എല്ലാം ആ അനുഭൂതിയിൽ അങ്ങ് ലയിക്കുന്നതോട് കൂടി നിലയറ്റ നിന്നു പോകും. അതിൽ തന്നെ നമ്മൾ വിലയം പ്രാപിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ ആത്മസന്ദർഭമാണ്. ആ സന്ദർഭം പിന്നെയും പറയുന്നു. അണുവറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അന്നു പൂർണ്ണമാകും. എല്ലാ അംഗങ്ങളും ഇല്ലാതെയായി അഖണ്ഡം പൂർണ്ണമാകുകയാണ്. അതുകൊണ്ട് അനുഭവിയാതറിവിൽ അഖണ്ഡമാം ചിദ്ഘനമിത് മൗനഘനാമൃതാബ്ദിയാകും. മൗന ഘന അമൃത അബ്ദി. മൗനത്തിൻ്റെ ഘനമുള്ള, കനമല്ല കേട്ടോ, ഘനമുള്ള അമൃതത്തിൻ്റെ സാഗരമാണ് ഈ അനുഭൂതി വിശേഷം. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. അനുഭവിക്കാൻ വേണ്ടിയുള്ള അന്വേഷണ യാത്രയാണ് ഇക്കാണാകിയ ജീവിതം എന്ന് നാം അറിയുന്നു. ആ ജീവിതത്തിൻ്റെ 3-ാം ഖണ്ഡം നോക്കാം. ഇതുവരെ നാം ഒരു വസ്തുവിന്നറിഞ്ഞീൽ അതിസുഖമെന്നനിശം കഥിക്കയാലേ. അതിസുഖമാണ് എനിക്ക്. ആര് കാണുമ്പോഴും ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട്, സുഖാണോ? നമ്മൾ പറയണ ഉത്തരണ്ട്, സുഖാണ്. വാസ്തവത്തിൽ ചോദിച്ചയാളും പറഞ്ഞയാളും സുഖം എന്നത് അന്വേഷിച്ച് 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 നടക്കുകയാണെന്ന് അറിയണം. മതി മുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്ന് ചൊല്ലിടണം. ആത്മസ്വത അഴിയാതെ അറിവെന്ന് ചൊല്ലിടണം. ഈ അറിവെന്ന് പറയുന്നത് ആത്മാവ് അനുഭവിക്കുന്ന, ആത്മാവിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഉദാത്തമായ അനുഭൂതി വിശേഷ വിവേകമാണ്. മനസ്സിലാവുന്നുണ്ടോ എന്തോ? അനുഭൂതി വിശേഷ വിവേകം. അതുകൊണ്ട് 99 പറയണു, അറിവഹമെന്നതു രണ്ടുമേകമാമാ ആവരണമൊഴിഞ്ഞവൻ അന്യനുണ്ടുവാദം. അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിഞ്ഞാനുമാരുമില്ല. അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല. അറിവിനെ അറിയുക, അതെന്തറിവാണത്? അത് തിരിച്ചറിവാണ്, പൂർണ്ണതയാണ്. സംക്ഷിപ്തമായിരിക്കുന്ന ഒന്നിൽ നിന്നും പൂർണ്ണമായിരിക്കുന്ന ഒന്നിലേക്കുള്ള ഒരു മാറ്റമാണ്. ആത്മാവിൻ്റെ വിപ്ലവകരമായ മാറ്റമാണ്. നിലവിലില്ലാത്തതായ ഒന്നിനെ മാറ്റി അവിടെ പ്രകാശിക്കുന്നതായ അറിവെന്ന ഒന്നിനെ പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് അത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതുമില്ല ഇതുമില്ല സദർത്ഥമില്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി. അതുകൊണ്ട് ആത്മാവിൽ ഈ വലിയ
വിവേകപ്രകാശം ഉണ്ടാകുമ്പോൾ അതും ഇതൊന്നുമില്ല. സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി സത്ത് ചിത്ത് അമൃതം. സത്ത് നിറഞ്ഞ മനസ്സിൽ ചിത്തിൽ അമൃതം തെളിഞ്ഞിരിക്കണു എന്ന അങ്ങടെ ധീരനായിട്ട് സദാ സതിദിപതിപത്തിയറ്റു സതോമിതി മൃദുവായി മൃദുവായി അമർന്നിടണം. സത്തോമൃതി മൃദുവായി 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 നമ്മൾ അമർന്നിടണം, കഴിഞ്ഞുകൂടണം. വിവേകത്തിൻ്റെ പാരമാർത്ഥികതയിലുള്ള ആത്മവിവേക പ്രകാശം വന്നാൽ പിന്നെ ആത്മാവ് മൃദുവായി, അതായത് മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും മൃദുവായി തീരണം എന്ന് ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് അറിവ് തന്നിരിക്കുന്നു. ഇന്നിവിടെ ആത്മശതക പാരായണ മാസാചരണത്തിൻ്റെ 20-ാം ദിവസം. 1 മുതൽ 100 വരെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഖണ്ഡങ്ങൾ അല്ലെങ്കിൽ ദാർശനിക ഗ്രന്ഥത്തിലെ മനുഷ്യാത്മാവ് കണ്ടെത്തേണ്ടുന്ന പ്രഹേളികകളെ മറികടന്നുകൊണ്ട് കണ്ടെത്തേണ്ടുന്ന സത്യത്തെ ഈ കഴിഞ്ഞ 20 ദിവസങ്ങളായി നമ്മളിവിടെ ചർച്ച ചെയ്യുകയായിരുന്നു. ഇതിവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇത് സമർപ്പിച്ച് പിരിയുമ്പോൾ നാളെ ഗുരുദർശന വിചാര കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ആൾക്കൂട്ടമൊന്നുമില്ല എങ്കിലും അതിൽ തൽപരരായി വന്നിട്ടുള്ളവരുടെ സംശയങ്ങൾക്കുള്ള കണിശവും കൃത്യമായ മറുപടിയാണ് നാളെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും, സംശയങ്ങൾക്കുള്ള മറുപടിയും ഉത്തരങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും ഇതുപോലെ കാണാമെന്നാണ് വിചാരം. അതുവരേക്ക് തൽക്കാലം പിരിയുന്നു. എല്ലാ പേർക്കും ആത്മമോക്ഷമുണ്ടാകട്ടെ, ആത്മലാഭമുണ്ടാകട്ടെ, ആത്മാനന്ദമുണ്ടാകട്ടെ എന്ന വലിയ പ്രതീക്ഷയിൽ യാത്രാമൊഴി നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നന്ദി, നമസ്കാരം. സർവം ശുഭകാരിണിയായ അക്ഷരാത്മിക നമ്മുടെ നാവിൻ തുമ്പിൽ വന്ന് വായിക്കുവാനും പാരായണം ചെയ്യുവാനുമുള്ള ഒരു സുഹൃതം നമുക്ക് നൽകുമാറാകട്ടെ.